أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള ഷറഹ് റാത്തിബുൽ ഹദ്ദാദ് ഗ്രൂപ്പിലെ പണ്ഡിതരെ, സാദാത്യങ്ങളെ, സഹപാഠികളെ, സുഹൃത്തുക്കളെ, നമ്മൾ ക്ലാസ് 26 പ്രവേശിക്കുന്നു. 4ാം ഫായിദയിലാണ് നമ്മൾ ഉള്ളത്. അതിന്റെ അവസാന ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഖാല ശൈഖുൽ ഇമാമു അബ്ദുല്ലാഹി ബിൻ അസ്അദ് അൽ യാഫിഇ യമനിയു റഹിമഹുല്ലാഹ് ഫീ കിതാബിഹി റൗളുർ റയാഹീൻ. റൗളുർ റയാഹീൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ അതിന്റെ രചയിതാവാണ് ഷെയ്ഖ് അൽ ഇമാം അബ്ദുല്ലാഹി ബിൻ അസ്അദ് അൽ യാഫിഇ യമനിയു എന്ന് പറയുന്ന മഹാപണ്ഡിതൻ ഷെയ്ഖ് അവറുകൾ. മഹാൻ പറയുന്നു, ആ കിതാബിലൂടെ ഫിൽ ഹികായത്തിൽ ഖാമിസത്തി വൽ അർബഈന ബഅദൽ മിഅത്തി മിന്നു, ആ ഗ്രന്ഥത്തിൽ ഒരുപാട് ഹിക്കായത്തുകളുണ്ട്. ആ ഹിക്കായത്തിൽ 145ാമത്തെ ഹിക്കായത്തായിട്ട് പറയുന്നു, റുവിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അന്ന ഉവൈസുൽ ഖർണിയ, നിശ്ചയം ഉവൈസുൽ ഖർണി റളിയല്ലാഹു അൻഹു അവറുകൾ കാന യഖ്താതു മിനൽ മസാബിലി, ചപ്പുചവറുകൾ കൊണ്ടേറ്റതായിരിക്കുന്ന കൂമ്പാരങ്ങളിൽ നിന്നായിരുന്നു മഹാനവറുകൾ ഭക്ഷണം തേടി ഭക്ഷിച്ചിരുന്നത്. വയക്തസി മിൻഹ, അവകളിൽ നിന്ന് കിട്ടുന്ന കഷ്ണങ്ങൾ കൊണ്ടായിരുന്നു മഹാൻ വസ്ത്രം ധരിച്ചിരുന്നത്. ആ ചപ്പുകൂമ്പാരങ്ങളിൽ പോയിട്ട് ഭക്ഷിക്കുകയും വസ്ത്രം ധരിക്കുകയും ചെയ്യുന്ന ഈ മഹാൻ ഫനബഹു കൽബുൻ അലാ മസ്ബല, ആ ചപ്പ് ചവറുള്ളതിന്റെ കൂമ്പാരത്തിന്റെ മേൽ ഒരു നായയുണ്ട്. നായ അദ്ദേഹത്തോട് കുരച്ചു ചാടി. ഫഖാല ലഹു ഉവൈസ്, ബഹുമാനപ്പെട്ട ഉവൈസ് റളിയല്ലാഹു അൻഹു ആ നായോട് പറഞ്ഞു, കുൽ മിമ്മാ യലീക വ അന ആകുലു മിമ്മാ യലീനി, നീ നിന്റെ ഭാഗത്തുനിന്ന് ഭക്ഷിച്ചോ, ഞാൻ എന്റെ ഭാഗത്തുനിന്ന് ഭക്ഷിച്ചോളാം. നിന്റെതെടുക്കാൻ ഞാൻ വരുന്നില്ല, ഞാൻ എന്റേത് മാത്രമേ എടുക്കുന്നുള്ളൂ എന്നാ. വലാ തംബഹിനി, നീ എന്നോട് കുരച്ചു ചാടേണ്ടതില്ല. ഫഇൻ ജുസ്തു സുറാത്ത വ അന ഖൈറും മിൻക, സുറാത്തി എന്ന് പറയുന്ന പാലത്തിലൂടെ വിട്ടുകടന്ന സ്വർഗത്തിലേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞാൽ നിന്നേക്കാൾ ഞാൻ ഉന്നതനാണ്. വഇല്ലാ ഫ അൻത ഖൈറും മിന്നി, നരകത്തിലേക്കാണ് ഞാൻ ചാടിയത് എങ്കിൽ പിന്നെ പറയാനില്ല, നീയാണ് നല്ലവൻ, ഞാൻ മോശക്കാരനാണ്. വകാന അഹ്ലുഹു യഖൂലൂനഹു മജ്നൂൻ, അദ്ദേഹത്തിന്റെ കുടുംബങ്ങളൊക്കെ പറയുമായിരുന്നു ഭ്രാന്തനാണ് എന്ന്. വഖാരിബുഹു ബിഹി യസ്തഹ്സിഊന, മറ്റു കുടുംബാംഗങ്ങളൊക്കെ അദ്ദേഹത്തെ പരിഹസിക്കുമായിരുന്നു, കളിയാക്കുമായിരുന്നു. വസിആറു ബിഹി യതവല്ലഊന വബിൽ ഹിജാറത്തി യർജുമൂന, മഹാനവറുകളെ ചെറിയ ചെറിയ കുട്ടികൾ കളിയാക്കുക മാത്രമല്ല കല്ലെടുത്തെറിയുകയും ചെയ്യുമായിരുന്നു. അത്തരം ജനസമുദായത്തിൽ ജനങ്ങൾ കണ്ടിരുന്ന ഒരു നിസ്സാരക്കാരനായിരുന്നു ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർണി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർണി റളിയല്ലാഹു തആലയുടെ ചരിത്രം എല്ലാവർക്കും പരിചയമുണ്ട്. സുദീർഘമായ ചരിത്രം തന്നെ ഇഹ്യാ ഉലൂമിലൂടെ ഉദ്ധരിച്ചിട്ടും മനസ്സിലാക്കി തരികയും ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, അള്ളാഹുവിന്റെ ഉത്തമദാസനായ റസൂലുള്ളാഹിയുടെ കാലത്ത് ജീവിച്ചുപോയ ഈ മഹാൻ നബിയുമായി സന്ധിക്കുവാനോ സഹാബിയാകുവാനോ ഭാഗ്യം ലഭിച്ചിട്ടില്ല എങ്കിലും ഇദ്ദേഹത്തെക്കുറിച്ച് ഹബീബായ വിധങ്ങൾ സ്വഹാബാക്കളോട് പറയുകയും ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ കണ്ടുമുട്ടുകയും പല കഥകളുണ്ടായ ചരിത്രം നമുക്ക് ഇയാളുടെ വായിക്കാം ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ അത് വായിക്കുന്നില്ല. ഈ മഹാൻ തിന്നിരുന്ന സാധനം നമ്മൾ മനസ്സിലാക്കണം. കുപ്പത്തൊട്ടി, ആ കുപ്പത്തൊട്ടിൽ എന്താ ഉണ്ടാവുക? അതിലുള്ള ഭക്ഷണം എടുത്തുകൊണ്ട് ജീവിതം കഴിഞ്ഞിരുന്നുവെങ്കിൽ, അതിലുള്ള കഷ്ണമെടുത്ത് കഴുകി വൃത്തിയാക്കി അവിടത്തെ മറച്ചും ജീവിച്ചിരുന്നുവെങ്കിൽ, നായ കുരച്ചപ്പോൾ ആ നായോട് പറഞ്ഞത്, നീ നിന്റെ ഭാഗത്തു തിന്നോ, നിന്നെ ശല്യം ചെയ്യാൻ ഞാൻ വരുന്നില്ല, ഞാൻ എന്റെ ഭാഗത്തിൽ നിന്ന് ഞാൻ തിന്നുന്നു. അവിടെ പോലും ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ജീവിച്ച മഹാൻ. എന്നിട്ട് മഹാൻ ചിന്തിച്ചത് ആഖിറത്തിലേക്കാണ്. നമ്മൾ ആലോചിക്കണം, ഇതാണ് ഉഖറവിയായ അഹ്ലുകാരുടെ
ദുന്യവിയായ ജീവിതത്തിലുള്ള രീതി നമ്മൾ മനസ്സിലാക്കുക. അത്തരം ആളുകളെ ഭ്രാന്തനെന്നും കള്ളനെന്നും കൊള്ളനെന്നും പറഞ്ഞ് കളിയാക്കുവാനും എറിയാനും ഇവിടെ ആളുകളുണ്ടാവും. വാസ്തവത്തിൽ അവർ ബുദ്ധിമാന്മാരും നമ്മൾ ബുദ്ധിയില്ലാത്ത കുറെ ബുദ്ധി ചമയുന്നവരും മറ്റ് ഭ്രാന്തന്മാരായ ബുദ്ധിയുള്ളവരും എന്ന് മനസ്സിലാക്കാം. ഇങ്ങനെയുള്ള കഥകൾ മഹാനവറുകൾ ഈ ഫായിദിൽ കൊണ്ടുവന്നത് നമുക്ക് മനസ്സിലാക്കാനാണ്. ഇങ്ങനെയുള്ള ജീവിതം ഉള്ള ആളുകൾക്കേ ആഖിറത്തിലേക്ക് നേടാൻ കഴിയും. ഈ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മെ കഴിച്ചിലാക്കി തുരുമാറാവട്ടെ. ഒഫീഹി അഖൂലു, സറഹിന്റെ മുസന്നിഫ് പറയുന്നു, ഇങ്ങനെ പറയുമ്പോൾ മഹാനവറുകളെ കുറിച്ച് ഇതിലൊരു പാട്ട് ഞാൻ പാടാം. ഈ വിഭാഗത്തെ സഖല്ലാഹു ഖൗമൻ മിൻ ശറാബി വിദാദിഹി ഫഹാമൂ ബിഹി മാ ബൈന ബാദിൻ വഹാദിരീന. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഇഷ്ടക്കാരായി തെരഞ്ഞെടുത്ത് അള്ളാഹുവിനെ ഇഷ്ടം വെക്കുക എന്നത് മാത്രം മനസ്സിന്റെ അകത്തളത്തിൽ അള്ളാഹുടെ പ്രേമമായി. ആ പ്രേമം മൂത്ത് ആ പ്രേമമാകുന്ന കുടിഭാന്യം അതിൽ നിന്ന് അള്ളാഹു തആല ഒരു വിഭാഗം ആളുകൾക്ക് കുടിപ്പിച്ചു. അങ്ങനെ ആ പ്രേമപാനീയവുമായി അവർ യാത്രയിലും നാട്ടിലുമായി അങ്ങനെ സഞ്ചരിക്കുകയാണ്. യദുന്നുകുമുൽ ജുഹാലു ജുന്നു വമാ ബിഹിം ജുനൂനുൻ സിവാ ഹുബ്ബിൻ അലൽ ഖൗമി ളാഹിരീന. വിവരദോഷികളായ ആളുകൾ ഇത്രയുള്ള മഹാന്മാരെ കാണുമ്പോൾ അവർ പറയുക ഇവർക്ക് ഭ്രാന്തുണ്ട് എന്ന. യഥാർത്ഥത്തിൽ അവർക്ക് ഭ്രാന്ത് ഇല്ല. അവരെ കാണുന്ന അവസ്ഥ അങ്ങനെയാണ് എങ്കിലും അവരുടെ മനസ്സിന്റെ ഉള്ളിൽ അള്ളാഹ് എന്ന് പറയുന്ന ആ റബ്ബിനോടുള്ള ഖാലിഖായ നാസിറായ ഏകാധിപതിയായ അള്ളാഹുള്ള പ്രേമം മാത്രമല്ലാതെ മനസ്സിന്റെ ഉള്ളിൽ ഒന്നുമില്ല. അലൽ ഖൗമി ളാഹിരി, മറ്റുള്ള ജനവിഭാഗത്തേക്കാൾ വിജയിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇവർ. ഇത് വാസ്തവത്തിൽ വിവരദോഷികളായ നമ്മെ പോലത്തെ ആളുകൾക്ക് അറിയില്ല. കാരണം അവർക്ക് ദുനിയാവേ ഇല്ല. ദുനിയാവിൽ ജീവിക്കുന്നു, ആഖിറമാണ്, അള്ളയാണ് അവരുടെ മനസ്സിലുള്ളത്. സുഖൂബി കുഊസിൽ ഹുബ്ബി റാഹം മിനൽ ഹവാ ഫറാഹു സുകറ ബിൽ ഹബീബിൽ മുസാമിരീന. ഈ ആളുകൾക്ക് പ്രേമം എന്ന് പറയുന്ന കൂജ കൊണ്ട് കുടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഹവയെ തൊട്ട് സുഖമായിട്ട്, തടിയുടെ ഇച്ഛയെ തൊട്ട് സുഖമായിട്ട് മനസ്സിന്റെ ഉള്ളിൽ അള്ളാഹ് എന്ന് പറയുന്ന ഒരു ചിന്ത, അള്ളയോടുള്ളതായിരിക്കുന്ന ആ അധിക പ്രേമം, അതിന്റെ കൂജ കൊണ്ട് അവർക്ക് കുടിപ്പിക്കപ്പെട്ടു. അങ്ങനെ അവർ ഹബീബായ അള്ളാഹുവിനെ കൊണ്ടുള്ള ആ സ്നേഹം കൊണ്ട് രാക്കഥ പാടി നടക്കുന്ന മസ്താന്മാരായി സുഖമായി ജീവിച്ചു അവർ. യുനാജൂനഹു ബി ളുൽമത്തിൽ ലൈലി ഇൻദമാ ബിഹി ഖദ് ഖലൗ മിൻഹും ഉവൈസ് ബിൻ ആമിരീന. അവർ ചെയ്യുന്ന പണി എന്താ? ഇരുൾമുറ്റിയ രാത്രി സുഖനിദ്രയിലല്ല, മറ്റുള്ള ഉല്ലാസങ്ങളിലല്ല, വിനോദങ്ങളിലല്ല. അവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള വിനോദം രാത്രിയിൽ രാജാതിരാജനായ ഖാലിഖായ റാസിഖായ നാസിറായ ഖഹാറായ ആ റബ്ബിനോട് അവർ രാത്രിയിൽ മുനാജാത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ അതിനായി ഒഴിഞ്ഞിരിക്കുകയാണ്. വീട്ടിന്റെ ഉള്ളിൽ ഒരു ശല്യവും അവർ കേൾക്കുകയില്ല. അവരുടെ മനസ്സിൽ മറ്റാരുമില്ല അള്ളാഹ് എന്നല്ലാതെ. ആ അള്ളയോടുള്ള മുനാജാത്ത് മാത്രമാണ് അവർ രാത്രി യാമങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ജനവിഭാഗത്തിലും ഉന്നതരിൽപ്പെട്ട മഹാനാണ് ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു എന്ന് കവി നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി നോക്കൂ, ഫിൽ ഹദീസി അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ടുള്ള നിവേദനത്തിൽ ഒരു ഹദീസിൽ കാണാം, ഖാൽ, അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല യുഹിബ്ബു മിൻ ഖൽഖിഹി അൽ അസ്ഫിയാ അൽ അഖ്ഫിയാ അൽ അബ്രിയാ അശ്ശഇശത റൂസുഹും അൽ മുഗ്ബറത വജൂഹും അൽ മുഖമ്മസതു ബുതൂനുഹും അല്ലദീന ഇദസ്തഅദനു അലൽ ഉമറാഇ ലം യുഅദൻ ലഹും. എന്താ പറയുന്നത്? നിശ്ചയം അല്ലാഹു തആല ഇഷ്ടം വെക്കുന്നു അവന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ നിന്ന് ശുദ്ധന്മാരായ ജനങ്ങളുമായി അറിയാതെ ജീവിക്കുന്ന
അള്ളാഹ് എന്ന ചിന്തയുമായി കൊണ്ട് എല്ലാത്തിനെ തൊട്ടും ഒഴിവായി ജീവിക്കുന്ന ആളുകളെ, അവരുടെ തലമുടികൾ ആകെ ചടപടയാണ്, എണ്ണ തേക്കും എനിക്ക് ചീ നടക്കുന്നവരല്ല, അതിനുള്ള സമയം അവർക്കില്ല, അത്രയും ചിന്തയിലാണവർ. മുഖങ്ങളാകെ പൊടി പുരണ്ടിരിക്കുകയാണ്, മിനിക്ക് നടക്കുകയല്ല അവർ. വയറുകൾ ആകെ ഒട്ടിച്ചുളിഞ്ഞു നിൽക്കുകയാണ്, വിശപ്പിന്റെ കാഠ്യം കൊണ്ട് അള്ളയെ ചിന്തിച്ചതിന്റെ ഫലം. വയറ് നിറച്ചുകൊണ്ട് വളരെ സുഖസുന്ദരമായി നടക്കുന്നവരല്ല. ആരാണവർ? അവര് ഭരണാധിപന്മാരുടെ മേൽ സമ്മതം തേടിയാൽ, അവർ ചെന്നിട്ട് ഭരണകർത്താക്കളോട് സമ്മതം തേടിയാൽ അവർക്ക് സമ്മതം കൊടുക്കുകയില്ല, ആട്ടിവിടും. അത്രയും മോശക്കാരായിട്ട് ഭരണകർത്താക്കൾ അവരെ കാണുകയുള്ളൂ. വൈദാ ഖതബുൽ മുനഅമാതി ലം യുജാബു, സുഖലോലുപലായി ജീവിക്കുന്ന സുന്ദരികളായ സ്ത്രീകളെ കല്യാണം കഴിക്കുവാൻ വേണ്ടി ഈ മഹാന്മാരായി ജീവിക്കുന്ന ഈ ആളുകൾ ചെന്ന് ചോദിച്ചാൽ അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയില്ല. വഇൻ ആബൂലം യുഫ്ഖദു, അവര് ഇവിടുന്ന് മറഞ്ഞു പോയാൽ അവരെ ഇല്ലാതെയാക്കപ്പെടുന്നില്ല, അവരിവിടെ ഉണ്ട്. വഇൻ തലഉ ലം യുഫറ ബിത്വൽഅതിഹിം, അങ്ങനെ അവർ തേടി നടക്കുകയാണ് എങ്കിൽ, ലൻ യുഫറ ബിത്വൽഅതിഹിം, അവർ എന്താണോ തേടിയത് എങ്കിൽ ആ തേടിയത് കൊണ്ട് സന്തോഷം അവർക്ക് നൽകപ്പെടുകയില്ല. ആരാരും അവരെ ഇഷ്ടപ്പെടുന്നില്ല, ഒറ്റപ്പെട്ടു പോവുകയാണ്. അവർ രോഗികളായി കഴിഞ്ഞാൽ അവരെ പോയി രോഗസന്ദർശനം നടത്തുകയില്ല. വൈമാത്തോലം യുഷിഹദു, അവർ മരണപ്പെടുകയാണ് എങ്കിൽ മരണക്രിയ നടത്തുവാനോ ജനങ്ങൾ കൂടുന്നത് പോലെ അവരുടെ ജനാസക്ക് കൂടുകയുമില്ല. ഖാലു യാ റസൂലല്ലാഹ് കൈഫ ലനാ ബിറജുലിൻ മിൻഹും, ഹബീബായ നബിയെ, അങ്ങ് പറഞ്ഞതായിരിക്കുന്ന ഇങ്ങനെയുള്ള ആളുകൾ, അങ്ങനത്തതായ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ കുറിച്ച് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുമോ? ഖാൽ, മഹാനായ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ദാലിക, ആ വിഭാഗത്തിൽപ്പെട്ട ഇത്തരം വിശേഷണമുള്ള ഒരു മഹാനുണ്ട്. ആര്? ഉവൈസുൽ ഖർണിയു, ഉവൈസുൽ ഖർണി എന്ന് പറയുന്ന മഹാൻ. വഖദ് അത്വാല ഫീ ദിക്രി ഉവൈസ് റഹിമഹുല്ലാഹ്, അങ്ങനെ ഉവൈസുൽ ഖർണി റളിയല്ലാഹു തആല അൻഹുവെ കുറിച്ചുള്ള വിശേഷണത്തിൽ നബി തങ്ങൾ അധിക ദീർഘമായി പറഞ്ഞിട്ടുണ്ട്. അതാണ് ഉവൈസുൽ ഖർണി. ഇതാണ് ഈ മഹാന്മാര് ദുന്യാവുമായി ബന്ധമില്ല ആഖിറത്തിലേക്ക് റൂട്ടിലൂടെ സഞ്ചരിച്ചപ്പോൾ അവരുടെ ജീവിതങ്ങൾ ഇങ്ങനെയൊക്കെയായിരുന്നു. ثم قال نفع الله به ورضي عنه وعنا به وما كان فيه. പിന്നെ എന്ത് പറയുന്നറിയാമോ? മഹാൻ പറയുന്നു, മഹാനായ ഉവൈസുൽ ഖർണി റളിയല്ലാഹു തആല അൻഹുവിലുള്ള കാര്യം അതെന്തിനാൽ ചോദിച്ചാൽ, മിൻ റസാസത്തിൽ ഹാൽ വതവഹുശി വൽ ഇൻഇസാൽ, മഹാൻ അപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, നുരുമ്പിയതായിരിക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടിരിക്കുന്ന മഹാൻ, ഒറ്റപ്പെട്ട് ജീവിക്കുന്ന മഹാൻ, ജനങ്ങളുമായി ബന്ധമില്ല ജീവിക്കുന്ന മഹാൻ. വമാൻ നസബ ഇലൈഹിൽ ജുഹാലു മിനൽ ജുനൂനി വൽ ഇഖ്തിലാലി, ഭ്രാന്തനാണ് എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹത്തിന് ബുദ്ധിക്ക് സ്ഥിരതയില്ല, ബുദ്ധിക്ക് കേടുപാട് പറ്റിയിട്ടുണ്ട് എന്ന് വിവരമില്ലാത്ത ആളുകൾ മഹാനവർക്ക് ചേർത്തി പറഞ്ഞ പല കാര്യങ്ങളും മഹാൻ ഉദ്ധരിച്ച് തന്നിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, മിനത്ത അസ്സുഫി വല്ലിബ്തിദാൽ, നുരുമ്പിയതായിരിക്കുന്ന വസ്ത്രം എടുത്തു, വളരെ താന്നതായിരിക്കുന്ന വസ്ത്രം കണ്ടാൽ പ്രൗഢിയില്ല, കണ്ടാൽ ചേരില്ല, ചുക്കുമില്ല, കുളിക്കൂല്ല, വൃത്തിയാക്കൂല്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന രീതിയിലുള്ള വേഷമാണ് അവരുടേത്. ഇതല്ലാത്ത പല അവസ്ഥകളും അവർക്കുണ്ട്. അതൊക്കെ അൽഹാറു ദലീലിൻ ലിമൻ സത്യവന്മാരായ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് ആശയുള്ളതായിരിക്കുന്ന അടിയങ്ങൾ ഇത്തരം ആളുകൾ നീക്കി ഒഴിവാക്കുന്നുണ്ടല്ലോ, അവർക്ക് ഏറ്റവും വലിയതായ തെളിവ് ഇങ്ങനെയൊക്കെയാണ്. വല്ലാ മുബാലാത്ത ബിഇൻകാരിമ്മയുൻകിറു അലൈഹിം, അവരുടെ മേൽ ആര് നിഷേധിച്ചാലും ആരെന്ത് ആക്ഷേപിച്ചാലും അതൊന്നും ഇവർക്ക് പ്രശ്നമില്ല. ആ ഭാഗമൊന്നും ഈ മഹാന്മാർ ചിന്തിക്കുന്നില്ല. അവർക്ക് അപ്പോഴൊക്കെ ആഖിറത്തിന്റെ ചിന്തയാണ്. യസ്അമു അന്ന ദാലിക ഖിലാഫു സുന്ന, ഇത്തരം ആളുകളെ കാണുമ്പോൾ വിവരദോഷികളായ ആളുകൾ പറയുന്നു, എന്ത് പറയുന്നു? ഇതൊക്കെ സുന്നത്തിനെതിരല്ലേ, നബി ഇങ്ങനെയാണോ ജീവിച്ചതെന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. വാസ്തവത്തിൽ ഈ പറയുന്ന ആള് വല്ല എതിരി അറിയൂല. അന്ന സുന്നത്തുൽ ഉലമ, ഏറ്റവും വലിയതായിരിക്കുന്ന ചര്യ, ഹിയ തർക്കു ദുനിയാ, ദുനിയാവിന് വെടിയലാണ്. വൽ ഇറാദു അനിൽ വറ, സിർട്ടികളെ തൊട്ട് ഒഴിവാവലാണ്. വൽ ഇഖ്ബാറുൽ മൗലാ സുബ്ഹാനഹു വ തആല, എല്ലാവരെയും വേണ്ടതുപോലെ സംരക്ഷിച്ച് പോറ്റുന്ന ഖാലിഖായ റബ്ബിലേക്ക് തിരിയലാണ്. അതൊന്നും ഇവർക്ക് മനസ്സിലാകില്ല.
അതൊന്നുമില്ലാതെ നല്ല വേഷവിധാനം ധരിച്ച് നല്ല വണ്ടിയിൽ യാത്ര ചെയ്ത് നല്ല സുന്ദരമായ തലപ്പാവും ചീരിയ താടിയും വളരെയധികം മിനുഷമുള്ളതായ സുന്ദരമായ രീതിയിൽ നടക്കുന്ന ആളുകൾ ഇവരാണ് നല്ലവരെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ അത് മൗഢ്യമാണ്, വിവരദോഷമാണ്. ആഖിറത്തിലേക്ക് പോകുന്ന മനുഷ്യന്മാർ, അള്ളാഹിനെ കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യന്മാർ, ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം സുഖമുണ്ടോ ആഖിറത്തിലെയും അള്ളാഹുവിനെ തടയാൻ പറ്റുന്ന എന്തെല്ലാം സുഖങ്ങളുണ്ടോ അത് മുഴുവനും വലിച്ചെറിയും. അത് വലിച്ചെറിഞ്ഞുകൊണ്ടാണ് അവരെല്ലാവരും ജീവിക്കുന്നത്. അങ്ങനെയൊക്കെ ജീവിച്ച മഹാരഥന്മാരും മഹതിമാരൊക്കെ ഇല്ലേ? നമ്മളത് ആലോചിക്കുക. അങ്ങനെ എത്ര ചരിത്രം നമുക്കറിയാം. മൈമൂനത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ, റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ, ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹു, അതുപോലെ ഇബ്നു ഫാരിദ് പോലത്തെ എത്ര മഹാരഥന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരുടെയൊക്കെ കവികളും അവരൊക്കെ രചിച്ച അവർ പറഞ്ഞതായ അവരുടെ ജീവിത രീതികളൊക്കെ ചരിത്രത്താൾ മറിച്ചു നോക്കിയാൽ ഇങ്ങനെയുള്ളതായ ജീവിതം നയിച്ചവരാണ് അവർക്ക് വിജയിച്ചു. അവിടെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മെ അവരെയും വിജയിപ്പിക്കുമാറാവട്ടെ. അവിടെ ചരിത്രങ്ങൾ നമ്മൾ പറയുന്നു, ഫുള്ള് ഉൾക്കൊള്ളാൻ കഴിയില്ല എങ്കിലും 95% ജീവിതത്തിൽ പകർത്താൻ റബ്ബ് തുണയേകട്ടെ. അവരുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. ഫായിദ 4 കഴിഞ്ഞു. അൽ ഫായിദത്തുൽ ഖാമിസത്തു, 5ാമത്തെ ഫായിദ. അതെന്താ? ഫീ നഫിയിർ ദിയാഇ വൽ ഉജ്ബി വൽ ഫഖ്രി വൽ കിബരി റുഇയത്തുൽ അമലി എന്ന റിയാ, ഉൾനടിനം, അന്തസ് പറയൽ, അഹങ്കരിക്കൽ, അമലുകൾ കാണാൻ വേണ്ടി ചെയ്യുക, ഇതൊക്കെ ഇല്ലാതെയാക്കുക എന്നതിൽ പറയുന്നതാണ് 5ാമത്തെ ഫായിദ. ഖാല സയ്യിദുനൽ ഇമാമുൽ ഹുജ്ജത്തുൽ ഇസ്ലാമി ഫീ ബിദായത്തിഹി, തന്റെ ഗ്രന്ഥമായ ബിദായത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഇമാം അബൂ ഹാമിദ് അൽ ഗസാലി ഹുജ്ജത്തുൽ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അമ്മൽ ഉജ്ബു വൽ കിബ്റു വൽ ഫഖ്റു ഫവദ്ദാഉൽ ഉളാൽ, ഉൾനടിനം, അഹങ്കാരം, അന്തസ് പറയൽ, പവർ പറയൽ, ഇത് മൂന്നും വളരെയധികം ശക്തമായ രോഗങ്ങൾ തന്നെയാണ്. വഹുവ, വേണമെങ്കിൽ ഹൃദയത്തിലുള്ള ക്യാൻസർ എന്ന് പറയാം. വഹുവ നളറുൽ അബ്ദി ഇലാ നഫ്സിഹി ബി ഐനിൽ ഇസ്സത്തി വൽ ഇസ്തിഗ്ലാമി വ നളറുഹു ഇലാ ഗൈരിഹി ബി ഐനിൽ ദുല്ലി വൽ ഇഹ്തിഖാരി എന്ന. എന്താണ് ഉജ്ബ്, കിബർ, ഫഖർ? ഇതൊക്കെ ഈ രോഗം വലിയ അപകടമാണ്, ആത്മാവിനെ സംബന്ധിക്കുന്ന ക്യാൻസറാണ് എന്ന് പറയാൻ. ഒരടിമ തന്റെ സ്വശരീരത്തിലേക്ക് നല്ല ഇസ്സത്തോടുകൂടിയും ഞാൻ വലിയവനാണ്, ഉയർന്നവനാണെന്ന ധാരണയോടുകൂടി സ്വന്തം ശരീരത്തിലേക്ക് നോക്കി ആലോചിക്കുക. മറ്റൊരുത്തനിലേക്ക് ഇവൻ നോക്കുന്നത് നിസ്സാരതയുടെയും നിന്ദ്യതയുടെയും കണ്ടുകൊണ്ടാണ്. മറ്റവരെ നിസ്സാരപ്പെടുത്തി ഇവൻ ഉന്നതനായി ജീവിക്കുക. ഈ ഒരു നിലപാട് മനസ്സിന്റെ അകത്തളത്തിൽ വന്നാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. എന്നാൽ എന്താണ് അതുകൊണ്ട് കിട്ടുന്ന നേട്ടം? ഓ നതീജത്തുഹു അലൽ ലിസാനി, അങ്ങനെ മനസ്സിന്റെ ഉള്ളിൽ അതുണ്ടായിക്കഴിഞ്ഞാൽ അവൻ അല്ലാഹു തആല നൽകിയ നിഅമത്തും അപകടവും ഉണ്ടാക്കി തീർക്കാൻ പറ്റുന്ന എല്ലില്ലാത്തവയം നാവ്. ആ നാവിലൂടെ അതിന്റെ സംഗതി പുറത്തേക്ക് വരികയാണ്. മനസ്സിലെന്തുണ്ടോ അത് വിളിച്ചു പറയുന്ന ഒന്നുള്ള നാവ്. ആ നാവിലൂടെ അത് അവസാനം ഇങ്ങനെ ജീവിക്കുന്ന അവസ്ഥ വന്നാൽ അതിനാൽ വരുന്ന ഫലം നാവ് വിളിച്ചു പറയുന്ന അൻ യഖൂല അന അന, ഞാനേ, അന ഞാൻ, അവിടെയാണ് ഞാൻ, എല്ലാം ഞാൻ. ഈ ഒരു വാക്കുപയോഗിക്കൽ അഹങ്കാരമാണ്, ഉൾനടിനമാണ്, പവർ പറയലാണ്. എല്ലാത്തിനും ഞാനത് ചെയ്തു, ഞാൻ അങ്ങനത്തവൻ, ഇങ്ങനെ പറഞ്ഞ് കളിയാക്കുന്ന രീതിയും സ്വന്തം ശരീരത്തെ പുകഴ്ത്തുകയും പൊന്തിക്കുകയും ചെയ്യുക. ഇതൊരു വല്ലാത്ത രോഗമാണ്. ഈ രോഗത്തിന്റെ നേതാവാരാണെന്നും കൂടി മനസ്സിലാക്കിയാൽ ഈ രോഗം വലിയൊരു രോഗമാണ്, തിരിയും, അത് നല്ലതല്ല എന്നും മനസ്സിലാക്കാം. കമാ ഖാല ഇബ്ലീസുൽ ലഈൻ, അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ആട്ടി ഓടിക്കപ്പെട്ട ഇബ്ലീസ് ലഅനത്തുല്ലാഹി പറഞ്ഞതുപോലെ. എന്താ അവൻ പറഞ്ഞത്? അന ഖൈറും മിൻഹു ഖലഖ്തനി മിൻ നാരിൻ വ ഖലഖ്തുഹു മിൻ തീൻ എന്ന് പറഞ്ഞില്ലേ? ഞാൻ ആദം നബിയേക്കാൾ ഉന്നതനല്ലേ? എന്നെ തീയിൽ നിന്നല്ലേ സൃഷ്ടിച്ചത്, ആദമിനെയോ കളിമണ്ണിൽ നിന്നല്ലേ സൃഷ്ടിച്ചത്. ഈ ഒരു വാക്ക് അവന്റെ അഹങ്കാരം കൊണ്ട് വന്ന വാക്കാ. ചരിത്രം നമുക്കറിയുന്നത് കൊണ്ട് വിശദീകരിക്കുന്നില്ല, വരുന്നുമില്ല. അങ്ങനത്തെ അഹങ്കാരത്തിന്റെ വാക്ക് പറഞ്ഞ ആദ്യത്തെ ആളും യുക്തിവാദിയും അള്ളാഹു കയർത്തവനും അള്ളാഹുടെ ധിക്കാരപരമായി പെരുമാറിയവൻ ഇബ്ലീസുൽ ലഈനാണ്. അവൻ പറഞ്ഞ വാക്കാണ് അന അന. ഈ ഒരു വാക്ക്
ഏതെങ്കിലും അടിമയിൽ നിന്ന് വന്നാൽ മെച്ചമില്ല, നല്ലതല്ല, അവൻ മോശക്കാരനത് തിരിയോലോ. വസംറത്തൂബിൽ മജാരിസി തറഫുവ കദ്ദുമു, മാത്രമല്ല ഇതൊക്കെ മനസ്സിന്റെ അകത്തളത്തിലുണ്ടെങ്കിൽ സദസ്സുകളിൽ അതിനുള്ള ഫലം എന്തായിരിക്കും? ഞാൻ ഉയർച്ച, ഞാനാണ് മുന്തേണ്ടവൻ, ഞാനാണ് ഉയർന്നു നിൽക്കേണ്ടവൻ എന്നൊക്കെ തോന്നും എല്ലാവരുടെ വേക്കൽ. തസദ്ദുരിഫിൽ മുഹാവറത്തി, സമ്മേളനങ്ങളിലും സദസ്സുകളിലൊക്കെ മുൻപന്തിയിൽ തോടും, ഞാൻ അവിടെ എത്തണം. മിൻ അൻയുറദ്ദ കലാമുഹു അലൈഹി, അവൻ സംസാരിക്കുന്ന ഓരോ വാക്കുകളും അവന് ഗുണമായി വരണം, അവൻ എതിര് വരാൻ പാടില്ല. അങ്ങനെ അവന്റെ എതിരിൽ അവൻ സംസാരിക്കുന്ന വാക്കിനെ തട്ടിവിട്ടാൽ അവന് നാണമാണ്, അത് പാടില്ല. ഫൽ മുതകബ്ബിറുല്ലദി ഇൻ വഅല അനിഫ വ ഇൻ വഅല അന്നഫ, കിബർ നടിക്കുന്ന ഒരു മനുഷ്യനോട് ഉപദേശം നൽകിയാൽ അവൻ വല്ലാതെ എന്താകും, അവനതിൽ ഇഷ്ടപ്പെടൂല, അവനതിൽ ലജ്ജയായിട്ട് ഒരു മോശമായി തോന്നും. അവനോട് ഉപദേശം ചെയ്താൽ വയും വാള് പറഞ്ഞാലോ അല്ലോ അന്നഫ, എന്തോ ഒരു ശുദ്ധൻ, വാളൊക്കെ പറയുമ്പോ നല്ല ശുദ്ധനായിട്ട് ഇങ്ങനെ പറയും. അവനോടെങ്ങാനും അങ്ങോട്ട് ഉപദേശിക്കാൻ പോയാൽ അത് പാടില്ല, അവനപ്പം അതൊരു മോശവും നാണവുമായി തോന്നും. ഇതൊരു അഹങ്കാരിയുടെ അടയാളമാണ്. ഫകുല്ലു മൻ റആ നഫ്സഹു ഖൈറൻ മിൻ അഹദിൻ മിൻ ഖൽഖില്ലാഹി ഫഹുവ മുതകബ്ബിറുൻ. അല്ലാഹു തആല സൃഷ്ടിച്ചു വെച്ച സൃഷ്ടികളിൽ ഏതെങ്കിലും ഒരാളേക്കാൾ ഞാൻ ഉന്നതനാണ് എന്ന് സ്വയം സ്വശരീരത്തെ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ കാണുന്നവരാരൊക്കെയോ അവർ മുഴുവനും കിബിർ നടിക്കുന്നവരാണെന്ന് പറയാം. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. പിന്നെന്ത് വേണം? ബൽ യംബഗി ലക അൻ തഅലമ അൽ ഖയ്റു മൻ ഹുവ ഖയ്റുൻ ഇൻദല്ലാഹി തആല ഫിദ്ദാറിൽ ആഖിറതീന. ആഖിറത്തിന്റെ വീട്ടിൽ അള്ളാഹുവിന്റെ അടുക്കൽ ആരാണോ ഉന്നതൻ അവനാണ് ഉന്നതൻ എന്ന് നീ അറിയണം. അല്ല, ഇവിടെ ഉന്നതനായിട്ട് കാര്യമില്ല. അങ്ങനെ അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതനാണ്, അവനാണ് ദുനിയാവിൽ ഉന്നതനാണെന്നറിയാൻ നിനക്കറിയൽ നിർബന്ധമാണെന്ന് വരുമ്പോൾ അതറിയണമെങ്കിൽ എന്താ? ഓ മൗഖൂഫുൽ ഖാത്തിമ, അവസാനം അവൻ എങ്ങനെയാണ് മരിച്ചതെന്നറിയണം. ഫഇഅ്തിഖാദുക ഫീ നഫ്സിക അന്നക ഖൈറും മിൻ ഗൈരിക ജഹ്ലുൻ മഹ്ള്. അങ്ങനെ നീ ചിന്തിക്കുകയാണ് എങ്കിൽ നിന്റെ സ്വന്തം ശരീരത്തിലുള്ള നിന്റെ വിശ്വാസം എന്ത്? നീയാണ് മറ്റുള്ളവരെക്കാൾ ഗുണമെന്നുള്ള നിന്റെ വിശ്വാസം ജഹ്ലും മഹ്ളുൻ, തനി മൗഢ്യമാണ്, അത് വിവരമില്ലായ്മയാണ്, ശരിയല്ല. ബൽ യംബഗി അല്ലാ തൻദുറ ഇലാ അഹദിൻ ഇല്ലാ തറ അന്നഹു ഖൈറും മിൻക. അപ്പൊ നീ എന്ത് വേണമെന്നറിയാമോ? നിനക്ക് അത്യാവശ്യമായി വരുന്നത്, നീ ഒരാളിലേക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹം നിന്നേക്കാൾ ഉന്നതനായിട്ട് നീ കാണണം. വഅന്നൽ ഫദ്ല ലഹു അലാ നഫ്സിക, നിന്നേക്കാൾ അവന് ശ്രേഷ്ഠതയുണ്ടെന്ന് നീ കാണണം. ഫഇൻ റഅയ്ത സഈറൻ ഖുൽത ഹാദാ ലം യഅസില്ലാഹ വഅന അസൈതുഹു ഫലാ ശക്ക അന്നഹു ഖൈറും മിന്നീ. ഇത് മനസ്സിലാക്കണം. അപ്പോൾ നിനക്കൊരു ഉദാഹരണത്തിലൂടെ ഞാൻ പഠിപ്പിച്ചു തരാം. ചെറിയൊരു കുട്ടിയെ നീ കാണുകയാണ് എങ്കിൽ നീ അപ്പോൾ മനസ്സിലാക്കി പറയണം, ഇവൻ അല്ലാഹു തആലാക്ക് തെറ്റ് ചെയ്തിട്ടില്ല, നിഷ്കളങ്കനാണ്. ഞാനാണെങ്കിൽ എത്രയോ തെറ്റ് ചെയ്തവനാണ്. അപ്പോൾ ഈ കുട്ടിയാണ് എന്നേക്കാൾ ഉന്നതനെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പൊ കിബർ പോകും. വഇൻ റഅയ്ത കബീറൻ, വലിയ ഒരാളെ നീ കണ്ടാൽ ഖുൽത, നീ പറയണം, ഹാദാ ഖദ് അബദല്ലാഹ ഖബലി, എന്നേക്കാൾ വയസ്സിൽ മൂത്ത ആളാണ് ഇയാൾ, ഇത്രയും ആയുസ് കാലത്തോളം എന്റെ മുമ്പ് അല്ലാഹു തആലാക്ക് ഇയാൾ ആരാധിച്ചിട്ടുണ്ട്. ഫലാ ശക്ക അന്നഹു ഖൈറും മിന്നീ, എന്നേക്കാൾ ഗുണം ഇയാൾ തന്നെയാണെന്നുള്ള സംശയം നിനക്ക് വരില്ല. അവിടെയും കിബർ പോകും. വഇൻ റഅയ്ത ആലിമൻ, ഒരു പണ്ഡിതനെ നീ കാണുകയാണ് എങ്കിൽ ഖുൽത, നീ പറയണം, ഹാദാ ഖദ് ഉഅതിയ മാലം ഉഅത വബലഅ മാലം അബ്ലുഗ് വഅലിമ മാ ജഹിൽതു അവ കൈഫ അകൂനു മിസ്ലഹു. എനിക്ക് നൽകാത്തതൊക്കെ ഈ പണ്ഡിതന് നൽകിയിട്ടുണ്ട്, ഞാൻ എത്തിക്കാത്ത സ്ഥാനം ഈ പണ്ഡിതൻ എത്തിച്ചിട്ടുണ്ട്, എനിക്കറിയാത്ത കാര്യം ഈ പണ്ഡിതനറിയാം, പിന്നെ എങ്ങനെ ഞാൻ അദ്ദേഹത്തെ പോലെ ആവുക? ഇങ്ങനെ ചിന്തിക്കുക. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അവിടെ കിബർ പോകും. വഇൻ റഅയ്ത ജാഹില, അപ്പൊ വിവരമില്ലാത്ത ഒരാളെ നീ കാണുകയാണ് എങ്കിൽ ഖുൽത, നീ അവിടെ പറയേണ്ടതെന്താ? ഹാദാ, ഇയാൾ ഖദ് അസല്ലാഹ ബിജഹിൽ, വിവരമില്ലായ്മ കൊണ്ട് എത്രയോ അല്ലാഹു ഇയാൾ തെറ്റ് ചെയ്തു. വഅന അസൈതുഹു ബിഇൽമിൻ, എനിക്ക് അല്ലാഹു തആല അറിവ് നൽകി, ഈ അറിവ് കൊണ്ട് ഞാൻ അല്ലാഹു തആലക്ക് തെറ്റ് ചെയ്തു. അങ്ങനെ മനസ്സിലാക്കുക.
എനിക്കറിവുണ്ട്, ഇയാൾക്കറിവില്ല. ഇയാൾ അറിവില്ലാതെ തെറ്റ് ചെയ്തെങ്കിൽ ഞാൻ അറിഞ്ഞുകൊണ്ട് അള്ളാഹ്ക്ക് തെറ്റ് ചെയ്യുന്നു. ഫഹജ്ജത്തുല്ലാഹി അലയ്യ ആക്കദൂ. അപ്പൊ കൂടുതൽ അള്ളാഹുവിന്റെ ലക്ഷ്യം എന്റെ മേലാണ് നിൽക്കുക. വല അതിരി ബിമാ യുഖ്തമു ലീ വബിമാ യുഖ്തമു ലഹു. എന്റെ അവസാനം എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയൂല, അദ്ദേഹത്തിന്റെ അവസാനം എങ്ങനെയാണെന്ന് എനിക്കറിയൂല. ഇങ്ങനെ ചിന്തിച്ചാൽ കിബിർ വരാൻ മാർഗമല്ലല്ലോ. ഇനി ആ സത്യനിഷേധിയായ ഒരാളെ കണ്ടാൽ എന്ത് പറയണമോ? എന്റെ അയത്ത കാഫിറ. ഒരു സത്യനിഷേധിയായ ഒരാളെ നീ കണ്ടാൽ എന്താ പറയേണ്ടത്? കുൽത്താ, നീ പറയണം ലാ അതിരി, എനിക്കറിയൂല. അസ അൻ യുസ്ലിമ, ഇയാൾ മുസ്ലിം ആവാൻ ആയേക്കാം എന്നുള്ളത് എനിക്കറിയൂല. വയുഖ്തമ ലഹു ബിഖൈരിൽ അമൽ, അങ്ങനെ നല്ല അമൽ കൊണ്ട് ഇയാൾക്ക് അവസാനം നൽകപ്പെടുകയും വയൻസല്ല ബി ഇസ്ലാമി മിൻ ദുനൂബിഹി, അദ്ദേഹം ചെയ്തു കൂട്ടിയ എല്ലാ പാപങ്ങളും ഇസ്ലാമാവൽ കൊണ്ട് ഊരിക്കളയും ചെയ്യും. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഇയാൾക്കുണ്ടോ എന്ന് എനിക്കറിയൂല. കമാ തൻസല്ലു ശഅറത്തു മിനൽ അജീൻ, ഗോതമ്പ് മാവിൽ നിന്ന്, വെണ്ണയിൽ നിന്ന് ഒരു മുടിയെ എങ്ങനെയാണ് ഊരിയെടുക്കുന്നതെങ്കിൽ, ഊരിപ്പോരുന്നതെങ്കിൽ, അതുപോലെ ഇയാൾ ചെയ്ത പാപത്തിൽ നിന്ന് ഇസ്ലാമാവൽ കൊണ്ട് ഇയാൾ ഒഴിവായി പോകും. ഇങ്ങനെ ആവാമല്ലോ ഈ കാഫിർ, അതെനിക്കറിയൂല. അമ്മ അന, അപ്പോൾ ഞാൻ, അള്ളാഹുവിനെ കൊണ്ടാണ് കാവൽ. അള്ളാഹു തആല എന്നെ പഴപ്പിച്ചേക്കാം തമ്പുരാൻ. അങ്ങനെ വരുമ്പോൾ ഞാൻ കാഫിറായി പോയേക്കാം. വയുഖ്തമലി ബിശർദിൽ അമൽ, മോശമായ അമൽ ചെയ്തുകൊണ്ട് എന്റെ അവസാനമായിരിക്കുകയും ചെയ്യാം. ഫയകൂന ഗദം മിനൽ മുഖറബീൻ വഅന മിനൽ മുബ്അദീൻ. ഇങ്ങനെ ഈ കാഫിറായ ഒരാൾ മുസ്ലിമായി നിലപാടിലെത്തിയാൽ അള്ളാഹുവിന്റെ അടുക്കൽ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ അയാൾ നാളെ ആഖിറത്തിലാവുകയും, ഞാൻ മുസ്ലിമായിരിക്കെ അവസാനം എന്റെ ഈ ഗതി ഇങ്ങനെ വരികയാണ് എങ്കിൽ റഹ്മത്തിനെയും വിട്ട് കോപത്തോടുകൂടി ആട്ടിവിടുന്ന വിഭാഗത്തിൽ ഞാനും ആകുമല്ലോ. ഇങ്ങനെയാണ് കാഫിറായ ഒരാളെ കണ്ടാൽ നമ്മൾ ചിന്തിക്കേണ്ടത്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ സ്വന്തം ശരീരത്തിന്റെ നന്മ എങ്ങനെ കാണാൻ കഴിയും സഹോദരന്മാരെ? അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ. അതാണ് പേടിക്കേണ്ടത്. കിബിർ ഗുണമില്ല എന്നല്ലേ അറിയിച്ചത്? ഇതൊഴിവായി കിട്ടണം. വലാ യഖ്റുജുൽ കിബ്റു മിൻ ഖൽബിക, നിന്റെ ഹൃദയത്തിൽ നിന്ന് കിബിർ പുറത്തു പോകൂല. ഇല്ലാ ബി അൻ തഅരിഫ അന്നൽ കബീറ മൻ ഹുവ കബീറുൻ ഇൻദല്ലാഹ്. ഏതൊരു വലിയ ഒരാളും ആരാണെന്ന് നീ മനസ്സിലാക്കണം. അവൻ അള്ളാഹുവിന്റെ അടുക്കൽ വലിയവനാണ് എന്ന് നീ അറിയണം. അങ്ങനെ അറിഞ്ഞെങ്കിൽ അല്ലാതെ നിന്റെ കിബിർ പുറത്തു പോകൂല. അള്ളാഹുവിന്റെ അടുക്കൽ ആരാണോ വലിയവൻ അവനാണ് വലിയവൻ കരുതാ. വദാലിക, അങ്ങനെ അള്ളാഹുവിന്റെ അടുക്കൽ വലിയനാവുക എന്നുള്ളത് മൗഖൂഫുൽ ഖാതിമത്തി, അത് അവസാനത്തിന്റെ മേൽ നിർത്തപ്പെട്ടതാണ്. മരിക്കുന്ന സമയം എങ്ങനെയാണോ ആ നിലപാടിലൂടെയാണ് പോവുക. ഓഹോ മഷ്കൂക്കും ഫീഹി, ആ കാര്യത്തിൽ വല്ല ഉറപ്പുണ്ടോ? നമുക്ക് സംശയമാണ്. ഫയസ്അലുക ഖൗഫുൽ ഖാതിമത്തി, അങ്ങനെ അവസാനം എന്താകും എന്നൊരു ഭയം നിന്നെ ജോലിയാക്കും. എന്തിനെ തൊട്ട്? അൻ തതകബ്ബറ മഅശ്ശക്കി ബിഹാ അലാ ഇബാദില്ലാഹി തആല, അള്ളാഹുവിന്റെ അടിയങ്ങളെക്കാൾ അവസാന കാര്യത്തിൽ സംശയമുള്ളതോടുകൂടെ നിനക്ക് അഹങ്കരിക്കുക എന്നുള്ള കാര്യത്തെ തൊട്ട് നിന്റെ അവസാനം എന്തായിരിക്കും എന്നൊരു പേടി നിനക്ക് ജോലിയാക്കുമ്പോൾ നിനക്ക് സുഖമായി. വയഖീനുക വഈമാനുക ഫിൽ ഹാൽ, ഇപ്പോൾ നിനക്ക് വിശ്വാസമുണ്ട്, ഉറപ്പുണ്ട് എങ്കിൽ ലാ യുനാഖിദു തജ്വീസക തഗയ്യുറ ഫിൽ ഇസ്തിഖ്ബാൽ, വരാനിരിക്കുന്ന നാളത്തെ അവസ്ഥയിൽ എന്റെ ഈ ഉറപ്പും യഖീനും മാറാമല്ലോ. ഇങ്ങനെ മാറിപ്പോകുന്ന ഒരു അവസ്ഥ നിനക്കുണ്ടാകും. അങ്ങനെ നിനക്ക് വരാമല്ലോ. അങ്ങനെ വരുന്നൊരു കാര്യത്തിനോട് എതിരല്ല, അങ്ങനെ സംഭവിക്കാമല്ലോ. കാരണം ഫഇന്നല്ലാഹ മുഖല്ലിബുൽ ഖുലൂബ്, ഹൃദയങ്ങളെ മുഴുവനും മാറ്റിമറിക്കുന്നവൻ അള്ളയാണ്. അള്ളാഹുവിന്റെ 2 വിരലുകൾക്കിടയിലാണ് എല്ലാവരുടെയും ഹൃദയങ്ങൾ എന്ന് ഹദീസിലുണ്ടല്ലോ. ആ ഹദീസിൽ ഉള്ളതായിരിക്കുന്ന വാക്യം ഹബീബാനബി തങ്ങളെ പോയും അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക വയാ മുസദ്ദിഫൽ ഖുലൂബ ലാ തുഅതിക് എന്ന് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അതെന്തുകൊണ്ടാണ്? നബിക്ക് ഉറപ്പില്ലാത്തത് കൊണ്ടല്ല, അള്ളാഹിനെ കുറിച്ചുള്ള പേടിയാണ്. അല്ല എപ്പോഴും ഇത് മാറ്റിമറിക്കാമല്ലോ. ബദറിലെ സംഭവം അങ്ങനെ തന്നെയല്ലേ?
അങ്ങനെ നിരവധി ചരിത്രങ്ങൾ പരിശോധിച്ചാൽ ഹബീബാ നബി തങ്ങൾ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടില്ലേ? നബിക്കു വിശ്വാസമില്ലാത്തതുകൊണ്ടോ ഉറപ്പില്ലാത്തതുകൊണ്ടല്ല. ഒരു ലെവലേശം ഹൃദയത്തിന്റെ ഉള്ളിൽ കിബർ വരാൻ പാടില്ല. കിബർ വരാതിരിക്കണമെങ്കിൽ അള്ളാഹിനെ കുറിച്ചുള്ള ഭയവും പേടിയും വേണം. അത് അല്ലാഹു തആലയാണ് ഹൃദയത്തെ മാറ്റിമറിക്കുന്നവൻ. യഹ്ദീ മൻ യശാ വയുദില്ലു മൻ യശാ. അള്ളാഹു ഉദ്ദേശിച്ചവരെ സന്മാർഗത്തിലേക്ക് നയിക്കും, ഉദ്ദേശിച്ചവരെ പേപ്പിക്കുകയും ചെയ്യും. ഈ ഒരു പേടി നമുക്ക് വേണം. എങ്കിൽ ഇങ്ങനെയാണ് കിബിറിന്റെയൊക്കെ അവസ്ഥ എങ്കിൽ ഹസദിനെ കുറിച്ചും കിബിറിനെ കുറിച്ചും റിയാ ലോകമാനത്തെക്കുറിച്ചും ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. ഒരൊറ്റ ഹദീസ് നിനക്കിതിൽ മതി, അത് ഇഷ്ടം പോലെ ഉണ്ട് താനും. അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റളിയല്ലാഹു തആല അൻഹു തന്റെ ഇസ്നാദ് പ്രകാരം ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണത്? അന്നഹു ഖാല ലി മുആദ് റളിയല്ലാഹു തആല അൻഹുവിനോട് അബ്ദുല്ലാഹിബ്നുൽ മുബാറക് തങ്ങൾ ചോദിച്ചു, യാ മുആദേ ഹദ്ദിസ്നി ബിഹദീസിൻ സമിഅതുഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബിയിൽ നിന്ന് നിങ്ങൾ കേട്ടതായ ഒരു ഹദീസ് ഒന്ന് പറഞ്ഞു തരൂ എനിക്ക് എന്നാണ്. ഖാൽ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇത് പറഞ്ഞപ്പോൾ ഫബക്കാ മുആദ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞു. ഹത്താ ലനന്തു, കരഞ്ഞതുകൊണ്ട് ഞാൻ വിചാരിച്ചു പോയി, അന്നഹു ലാ യസ്കുതു, അദ്ദേഹം തീരെ നിർത്താതെ കരയുമോ, അടങ്ങാതെ കരയുമോ എന്ന് ഞാൻ വിചാരിച്ചു പോയി. അത്ര കരച്ചിലായി. സുമ്മ സകത്ത, പിന്നെ കരച്ചിലടങ്ങി. എന്നിട്ട് വഖാല, മഹാൻ പറയുന്നു, വശൗഖാഹു ഇലാ റസൂലില്ലാഹ് വഇലാ ലിഖായിഹി, ഹബീബായ നബിയിലേക്കുള്ള എന്റെ ആഗ്രഹമേ, ഹബീബായ നബിയെ കാണലേക്കുള്ള എന്റെ ആശയെ എന്ന് പറഞ്ഞുകൊണ്ട് മുആദ് റളിയല്ലാഹു അൻഹു വിവരിക്കുകയാണ്. സുമ്മ ഖാൽ, പിന്നെ മുആദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ യഖൂലു ലി, എന്നോട് പറയുന്നു, ഞാൻ കേട്ടു. എന്താണ് പറഞ്ഞെന്നറിയാമോ? യാ മുആദേ എന്ന് വിളിച്ചുകൊണ്ടാണ് സുദീർഘമായിരിക്കുന്നു ഉപദേശം അവിടെ നീ എന്നോട് നൽകിയത്. ഇന്നി ഉഹദ്ദിസുക ബിഹദീസിൻ, ഒരു ഹദീസ് കൊണ്ട് അബ്ദുള്ള നിന്നോട് ഞാൻ വിവരം നൽകി പറഞ്ഞു തരാം. ഹദീസ് ഇൻ അൻത ഹഫിൽതഹു നഫഅക, ഈ ഹദീസ് നീ മനസ്സിലാക്കിയാൽ അതിനെ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ നിനക്ക് ഉപകാരമാണ്. വഇൻ അൻത ലയ്യതഹു വലം തഹ്ഫളുഹു ഇൻഖതഅത ഹുജ്ജതുക ഇൻദല്ലാഹി യൗമൽ ഖിയാമ. ഈ ഹദീസ് നീ നഷ്ടപ്പെടുത്തുകയാണ് എങ്കിൽ, അതിനെ സൂക്ഷിക്കാതിരിക്കുകയാണ് എങ്കിൽ നിന്റെ ലക്ഷ്യം അതോ അള്ളാഹുവിന്റെ അടുക്കൽ അന്ത്യദിനത്തിലുണ്ടാവുകയില്ല, അതെല്ലാം മുറിഞ്ഞു പോകും എന്ന് പറഞ്ഞുകൊണ്ട് യാ മുആദ്, എന്നിട്ട് മുആദേ എന്ന് വിളിച്ചുകൊണ്ട് ഹബീബാ നബി തങ്ങൾ പറയുന്നു. എന്താ നബി തങ്ങൾ നബി തങ്ങൾ പറഞ്ഞ കാര്യം മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നല്ലാഹ തബാറക വ തആല, നിശ്ചയം അല്ലാഹു തആല ഖലഖ സബ്അത അംലാക്, 7 മലക്കുകളെ അല്ലാഹു തആല സൃഷ്ടിച്ചു. ഖബല യഖ്ലുഖസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമികളെയും അല്ലാഹു തആല സൃഷ്ടിക്കുന്നതിന് മുമ്പ് 7 മലക്കുകൾ അല്ലാഹു തആല സൃഷ്ടിച്ചു. വജഅല ലികുല്ലി സമാഇൻ മലകം ബവ്വാബൻ അലൈഹ, അങ്ങനെ 7 ആകാശങ്ങളിലേക്കും അല്ലാഹു തആല ഓരോ പാറാവുകാരായി മലക്കിനെ വെച്ചു. ഖാല, നബിതങ്ങൾ പറയുന്നു, ഫതസ്അദുൽ ഹഫളതു ബിഅമലിൽ അബ്ദി മിൻ ഹീനി യുസ്ബിഹു ഇലാ ഹീനി യുംസി ലഹു നൂറുൻ കനൂരി ശംസ്. അങ്ങനെ അത് ഹഫളത്തിന്റെ മലായികത്ത് ഭൂമി ലോകത്തേക്ക് ഇറങ്ങാറുണ്ടല്ലോ. അവർ ഒരു അടിമയുടെ അമലുമായി കയറുകയാണ്. ഏത് മുതൽ ഏത് വരെയുള്ള അമലാണ്? സുബഹി മുതൽ അതാ വൈകുന്നേരം വരെയുള്ള അമൽ. അമലുമായി കൊണ്ട് കയറുകയാണ് വാനവ ലോകത്തേക്ക് ഹഫളത്തിന്റെ മലായികത്തുകൾ. ലഹു നൂറുൻ കനൂരി ശംസ്, അതിന്റെ പ്രഭയാണെങ്കിൽ സൂര്യപ്രഭ പോലെയാണ്. ഹത്താ ഇദാ സഅദത് ബിൽ സമാഇ ദുനിയ, ഒന്നാം ആകാശത്തേക്ക് ഈ അമലുമായി ഹഫളത്തിന്റെ മലായികത്ത് കയറിയാൽ സക്കത്തുഹു വകസറത്തുഹു, ആ മലായികത്തുകൾ ഈ അമലിനെ വളരെ പരിശുദ്ധമാക്കുകയാണ്, അധികരിപ്പിച്ച് പറയുകയാണ്. അങ്ങനെ വയഖൂലുൽ മലക്കുൽ മുഅക്കലുൽ ഹഫളത്തി, ഒന്നാം ആകാശത്ത് ഏൽപ്പിക്കപ്പെട്ട പാറാവുകാരനായ മലക്ക് ഹഫളത്തിന്റെ മലായികത്തിനോട് പറയുന്നു, ഇദ്രിബൂ ബിഹാദൽ അമൽ,
ഈ അമലുമായി ഇങ്ങോട്ട് വരണ്ട, അടിക്കൂ നിങ്ങൾ. അതുകൊണ്ട് വജ്ഹ സാഹിബി, ഈ അമൽ ചെയ്തവന്റെ മുഖത്ത് കൊണ്ടുപോയി അടിക്ക്. അന സാഹിബുൽ ഗീബത്തി അമറനി റബ്ബി അല്ല അദാ അമലുഹു യുജാവിസ്നി ഇലാ ഗൈരി. ഞാൻ ഗീബത്ത് പറഞ്ഞ ആളുണ്ടല്ലോ, അവനെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ആളാണ് ഞാൻ. അതുകൊണ്ട് റബ്ബി എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്, ഗീബത്ത് പറഞ്ഞ ഒരാൾ ഏത് നല്ല അമലാണ് എങ്കിലും അമലുമായി ഇങ്ങോട്ട് എന്റെ അടുത്തേക്ക് വരുത്തണ്ട, അത് തട്ടിവിടണമെന്ന്. അതുകൊണ്ട് ഞാനത് ഒഴിവാക്കുകയാണ്, തട്ടിവിടുകയാണ്. പിന്നെ നബി തങ്ങൾ പറയുന്നു, രണ്ടാമത്തെ അമലുമായി കൊണ്ട് ഹഫളത്തിന്റെ മലക്ക് കയറിപ്പോവുകയാണ്. ബിൽ അമലി സ്വാലിഹി മിൻ അഅമാലിൽ അബ്ദ്, അടിമയുടെ അമലുകളിൽ നിന്ന് സ്വാലിഹായി അമല് തെരഞ്ഞെടുത്തുകൊണ്ട് വാനലോകത്തേക്ക് പോവുകയാണ്. ഫതുസക്കീഹി വതുകസ്സിറുഹു, ആ ഹവളത്തിന്റെ മലായിക്കത്തുൽ ആ അമലിനേതാ പരിശുദ്ധമാക്കുകയും അധികരിപ്പിച്ച് കാണുകയും ചെയ്യുന്നു. രണ്ടാമത്തെ ആകാശത്തേക്ക് ഈ അമലുമായി എത്തുകയാണ്. രണ്ടാമത്തെ ആകാശത്തിലുള്ള പാറാവുകാരനായ ആ മലക്കഥ ഹഫളത്തിനോട് പറയും, ഖിഫു, അവിടെ നിൽക്കണം. വദ്രിബു ബിഹാദൽ അമൽ, ഈ അമലുമായി നിങ്ങൾ പോവണം. തിരിച്ച് ഈ അമലെടുത്ത ആളെ മുഖത്ത് കൊണ്ടുപോയി അടിക്കണം. കാരണം ഇന്നഹു, നിശ്ചയമായിട്ടും അവൻ അറാദ ബി അമലിഹി, തന്റെ അമല് കൊണ്ട് അവൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ദുനിയ, ദുന്യവിയായിരിക്കുന്ന നേട്ടമാണ്. അതുകൊണ്ട് ഇത് വേണ്ട. വഇന്നഹു അമറനി റബ്ബി, എന്റെ റബ്ബി എന്നോട് ആജ്ഞാപിച്ചിട്ടുണ്ട്, അല്ല അദഅമലുഹു യുജാവിസുനി ഇലാ ഗൈരി, ഞാനല്ലാത്തവരിലേക്ക് ഈ അമല് വിട്ട് കിടക്കാൻ പാടില്ല, ഇതുവരെയുള്ള ഈ അമലിന്റെ പ്രവേശനം കൊണ്ടുപോ എന്ന് പറയും. ഇന്നഹു കാന യഫ്തഖിറു അലന്നാസി ഫീ മജാലിസിഹിം അന മലകുൽ ഫഖർ എന്ന് പറയുന്നു. എന്താ പറയുന്നറിയാമോ? ഇദ്ദേഹം അമൽ ചെയ്തിട്ടുണ്ട്. ഈ അമലെല്ലാം ചെയ്തിട്ട് ജനങ്ങളുടെ മേൽ പവർ പറയുകയും അന്തസ് പറയുകയും ചെയ്തിട്ടുണ്ട്. സർവ്വ സദസ്സുകളിലും ജനങ്ങൾ കൂടിയ സദസ്സിൽ അവൻ പറയും, ഞാൻ ഇന്ന അമൽ ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ അന്തസ്സും പവറും പറയുന്ന ആളായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ അമൽ വിടാൻ പാടില്ല, ഇവിടെ നിന്ന് പോവണം. ഞാനാണെങ്കിൽ അത്തരം പവർ പറയുന്ന ആൾക്കാരുമായി ഏൽപ്പിക്കപ്പെട്ടവനാണ്. നബിതങ്ങൾ പറയുന്നു, തസ്അദുൽ ഹഫളത്തു ബിഅമലിൽ അബ്ദി യബ്തഹിജു നൂറ മിൻ സ്വലാത്തിൻ വസിയാമിൻ വസദഖത്തിൻ വഉജിബൽ ഹഫളത്തു ബിഹി. ഹഫളത്തിന്റെ മലായിക്കത്ത് ഒരടിമയുടെ അമലുമായി കയറുകയാണ്. ആ അമല് വല്ലാതെ തിളങ്ങുകയാണ്. ഏതൊക്കെ അമല്? നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ധർമ്മമുണ്ട്, അത് മുഴുവനും നല്ല തിളക്കത്താൽ കയറിപ്പോവുകയാണ് അവർ. വഉജിബൽ ഹഫളത്തു ബിഹി, ആ അമല് കൊണ്ട് ഹഫളത്തിന്റെ മലായിക്കത്ത് പോലും അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ഫയുജാവിസൂന ബിഹി ഇലസ്സമായി സാലിസ, മൂന്നാമത്തെ ആകാശത്തിലേക്ക് ഈ അമലുമായി മലായിക്കത്ത് കയറി ചെല്ലുമ്പോൾ ഫയഖൂലുൽ മലക്കുൽ മുഅക്കൽ ബിഹാ, മൂന്നാമത്തെ ആകാശത്ത് ഏൽപ്പിക്കപ്പെട്ട പാറാവുകാരനായ മലക്ക് ഇവരോട് പറയും, ഖിഫു, നിൽക്കണം, അവിടെ പോകാൻ പാടില്ല. വദ്രിബു ബിഹാദൽ അമൽ വജ്ഹ സ്വാഹിബി, ഈ അമലിന്റെ ഉടമ ആരാണോ അവന്റെ മുഖത്ത് കൊണ്ട് ഇത് അടിക്കണം. അന മലക്കുൽ കിബർ, അഹങ്കരിക്കുന്ന ആളുകളെ നോക്കുവാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് ഞാൻ. അമറനി റബ്ബി അല്ല അദഅമലുഹു യുജാവിസ്നി ഇലാ ഗൈരി, ഇത്തരം ആളുടെ അമലുമായി ഇങ്ങോട്ട് വരുമ്പോൾ എന്നെയും വിട്ട് പോകാൻ പാടില്ല. അതുകൊണ്ട് ഇവിടെ വെച്ച് ഞാൻ തടയുകയാണ്, കയറിപ്പോവാൻ പാടില്ല. ഇന്നഹു കാന യതകബ്ബറു അലന്നാസി ഫീ മജാലിസിഹിം, ഇവൻ അവന്റെ സദസ്സുകളിൽ സർവ്വജനങ്ങളെ നിസ്സാരമായി കണ്ട് ഇവൻ വലിയൊരാളായി അവൻ നടക്കുന്ന ആളായിരുന്നു, വേണ്ട, കൊണ്ടുപോ എന്ന് പറയും. നബിതങ്ങൾ പറയുന്നു, തസ്അദുൽ ഹഫളത്തു ബിഅമലിൽ അബ്ദി യസ്ഹറു കൽ കൗകബിദ്ദുദ്ദി, ഹഫളത്തിന്റെ മലായിക്കത്ത് അമലുമായി കയറുകയാണ്. അടിമയുടെ അമലാണെങ്കിൽ നിലാവുള്ള നല്ല പ്രകാശിക്കുന്ന നക്ഷത്രം പോലെ പ്രകാശിക്കുന്ന അമലാണ്. ഏതൊക്കെയാണ് അമല്? തസ്ബീഹ കൂട്ടത്തിലുണ്ട്, നിസ്കാരമുണ്ട്, ഹജ്ജുണ്ട്, ഉംറയുണ്ട്. അങ്ങനത്തെ അമലും തിളക്കത്തോടുകൂടി കയറിപ്പോവുകയാണ് ഹഫളത്തിന്റെ മലായിക്കത്തുകൾ. ഹത്താ യുജാവിസു ബിഹി ഇലസ്സമായി റാബിഅ, നാലാമത്തെ ആകാശത്തിലേക്ക് ഈ അമലുമായി വരെത്തുകയാണ്. വയഖൂലു ലഹുൽ മലക്കുൽ മുഅക്കൽ ബിഹാ, നാലാമത്തെ ആകാശത്തിൽ പാറാവുകാരനായി നിൽക്കുന്ന ആ മലക്ക് പറയുന്നു ഇവരോട്, ഖിഫൂ, നിങ്ങൾ നിൽക്കണം, പോകാൻ പാടില്ല. വദ്രിബു ബിഹാദൽ അമലി വജ്ഹ സ്വാഹിബിഹി വലഹുറഹു വബത്നഹു, ഈ അമലുമായി ഭൂമിയിലേക്ക് തന്നെ ഇറങ്ങണം, അവന്റെ മുഖത്തടിക്കണം, പുറത്തടിക്കണം, വയറ്റത്തടിക്കണം. ഇതുകൊണ്ട് ഇത് വേണ്ട, തിരിച്ചുവിടണം.
അനസായിബുൽ ഉജുബി, ഉൾനടിനം നടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അത്തരം ആളുകളെ ഏൽപ്പിക്കപ്പെട്ടവനാണ് ഞാൻ. അമറനി റബ്ബി അല്ലാ അദഅമലഹു യുജാവിസുനി ഇലാ ഗൈരി. ഇതുവരെ ഇതിന് പ്രവേശനമുള്ളൂ, ഇവിടുന്ന് അങ്ങോട്ട് അഡ്മിഷൻ ഇല്ല, ഞാൻ അനുവദിക്കുകയില്ല, പ്രമോഷൻ ഇല്ല. അതുകൊണ്ട് ഇവിടുന്ന് പോവണം, ഇത് കയറ്റിവിടാൻ പറ്റുകയില്ല. ഇന്നഹു കാന ഇദാ അമില അമലൻ ദഖലൽ ഉജുബു ഫീഹി. ഒരു അമലവൻ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ അകത്തളത്തിൽ, ഹൃദയത്തിന്റെ ഉള്ളിൽ അത് ഉൾനടിനം വരികയാണ്. ഇങ്ങനത്തെ ആളാണ് ഇവൻ എങ്കിൽ ഇൻഷാ അല്ലാഹ് ബാക്കി പിന്നെ തുടരാം. ഇപ്പോ എത്രാമത്തെ ആകാശത്തേക്ക് എത്തിയെന്നറിയോ? 4-ാമത്തെ ആകാശത്തിലേക്ക്. നീണ്ടൊരു ഹദീസാണ്. ബാക്കി ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ക്ലാസ്സിലേക്ക് കേൾക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെ ജീവിതങ്ങളും അമലും നന്നാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ പറഞ്ഞ് നന്നായി വരുമ്പോഴേ നമ്മളെ ആ റാത്തീബിന്റെ ദിക്റുകളും അതിലുള്ള നിയമങ്ങളും ഇതൊക്കെ ഇതിലേക്ക് വാതകമല്ലേ, ഇതറിയണ്ടേ നമ്മൾ. ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നിരൂപണങ്ങളും വീണ്ടും ഞാൻ പറയുന്നു, എന്തെങ്കിലും പോരായ്മകളും കുറവുണ്ടെങ്കിൽ ഉണർത്തണം, നമുക്കത് മനസ്സിലാക്കി നന്നാക്കി എടുക്കാമല്ലോ. അൽഹംദുലില്ലാഹ്.